പണത്തിന് വേണ്ടിയിട്ട് എന്തും സംഭവിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ പണം അങ്ങനെയാണ്. ഒരാളെ പറ്റിച്ച മുതലേ നമ്മളെ കുട്ടിയെ കൊടുത്താൽ കുട്ടികൾ നന്നാവില്ല, ആ കുട്ടികൾ നമുക്ക് എതിരാവും. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അറിഞ്ഞു എൻ്റെ തലക്ക് അത്രയും വില ആള് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു വിലയുള്ളത്. ഈ ഗ്രൂപ്പൊക്കെ കൂടി എനിക്കെതിരായിട്ട് ഒന്നായി, ഇന്നൊന്നും അല്ലാതാക്കാൻ. അതുവരെ തമ്മിൽ ഇതായിരുന്ന ഗ്രൂപ്പൊക്കെ ഇന്നൊന്നും അല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒന്നായി. ഇവിടുന്ന് പോകുമ്പോഴേ സത്യം പറഞ്ഞാൽ ഒരിക്കലും ഞാൻ അറിയിക്കാത്ത ഒരു അംഗീകാരം ഇവിടുന്ന് കിട്ടി. ഇന്നെ രക്ഷപ്പെടുത്തിയത് സത്യത്തിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പറയുന്നു. പാണക്കാട് തല മുതിർന്ന നേതാവ് ഹൈദരലി തങ്ങളാണ്. യൂസ്വലിക്ക വരെ എന്നെ തിരിച്ചറിയും. അദ്ദേഹത്തിന് വരെ ഞാൻ ആരാന്നറിയാം, അദ്ദേഹത്തിന് എനിക്കും അറിയാം. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. പ്രവാസം നൽകിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമല്ല, സാമ്പത്തികം ഇന്ന് വരും നാളെ പോകും. പ്രിയമുള്ളവരെ, മറക്കില്ല ഞാൻ ഈ പ്രവാസം എന്തുകൊണ്ട് മറക്കില്ല? അധ്വാനത്തിന്റെ, കഷ്ടപ്പാടിന്റെ, സന്തോഷത്തിന്റെ, അഭിമാനത്തിന്റെ, സങ്കടങ്ങളുടെ ഒരുപാട് അനുഭവങ്ങൾ പ്രവാസികൾ നമ്മളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീ അസീസ് കാളിയാടൻ UAE അബുദാബിയിലാണ്. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ജോലി എന്ന് പലർക്കും അറിയില്ലായിരിക്കും. പക്ഷെ അദ്ദേഹം അബുദാബിയിലെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു കാരുണ്യ പ്രവർത്തകനാണ് എന്ന് തന്നെ പറയാം. KMCCയുടെ അബുദാബി യൂണിറ്റിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം കണ്ടിട്ടുള്ള പ്രവാസ ജീവിതാനുഭവങ്ങൾ തീർച്ചയായും നമ്മുടെ നെഞ്ചിനുള്ളിൽ ഒരു കനലായിട്ടുണ്ടാവും. മറക്കില്ല ഞാൻ ഈ പ്രവാസം. ശ്രീ അസീസ് കാളിയാടൻ. മറക്കില്ല ഞാൻ ഈ പ്രവാസം. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. എനിക്കുള്ള സന്തോഷം തന്നെ ഒരാളെ സഹായിക്കുക. നമ്മൾ ഒരാളെ സഹായിച്ചാൽ ദൈവം നമുക്ക് പല സഹായങ്ങളും ചെയ്യും. അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ആ സഹായത്തിന്മേലാണ് ഞാൻ നിൽക്കുന്നത്. അല്ലാതെ എനിക്ക് എന്ത് വിദ്യാഭ്യാസം, എനിക്ക് എന്ത് യോഗ്യത, എനിക്ക് എനിക്കൊന്നുമില്ല. ബിഗ് സീറോ ആണ് ഞാൻ. പക്ഷെ ഞാൻ നേരെ നിൽക്കുന്നത് മറ്റുള്ളവരെ കണ്ണീരൊപ്പുമ്പോൾ. അതാണ് ഞാൻ KMCCയിലൊക്കെ പ്രവർത്തിക്കുന്നതന്നെ അതിന് വേണ്ടിയിട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു അവസരവും എല്ലാവരായിട്ടുള്ള ബന്ധങ്ങൾ, ആ ഒരു സമാധാനവും സന്തോഷവും വേറെ എവിടെ കിട്ടുക? കൊറോണന്റെ സമയമാണ്. അതായത് എല്ലാവരും ക്ലോസ് ആയ സമയം, എല്ലാവരും റൂമിലിരിക്കുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് ആളുകളെ സഹായിക്കാനും ഇതിനൊക്കെ പോകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ പോണ സമയത്ത് ഒരു സ്ഥലത്ത് ഈത്തപ്പഴത്തിന്റെ തൊട്ടടുത്തൊരു മരമുണ്ട്. ഒരു കയറി കെട്ടിയിട്ട് ടാപ്പ് ഇങ്ങനെ ചുരുത്തിയിട്ട് വലിച്ചിട്ട് ഇയാൾ കെട്ടുകയാണ് ഒരു മരത്തിന്റെ മേലെ. ഞാൻ എന്തിനാ ഇയാൾ ഈ മരത്തിൽ, സാധാരണ ഇത് നമ്മൾ ഉപയോഗിക്കൽ എന്തിനാണ്? ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് ഒരാളും ഇല്ല അവിടെ ഒന്നും. വൈകിട്ടൊരു 5:30-6 മണിക്കാണ്. അപ്പോ ഇയാളോട് ചോദിച്ചു, അല്ല നിങ്ങളെന്താണ്? അപ്പൊ മലയാളിയല്ല, ശ്രീലങ്കക്കാരനാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, എൻ്റെ ഫാദറിന് വലിയ പ്രോബ്ലമാണ്, ഫാദർ ICUവിലാണ്, ആക്സിഡന്റ് ആയതാണ് ഇന്നലെ. എൻ്റെയൊക്കെ ജോലി ഇല്ലാത്തതുകൊണ്ട് 25,000 റുപ്യ ICUവിൽ ഇപ്പൊ കെട്ടിയേക്കാൻ ക്യാഷ് വേണം. എൻ്റെ ഫാദർ ഇല്ലെങ്കിൽ ഇനി എന്തിനാ ജീവിക്കണ്? അതാണ് ഇവന്റെ ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞിട്ട്, നീ അയക്ക്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓനെ ഞാൻ വണ്ടി കയറ്റിങ്ങണ്ട് അൻസാരിയിൽ പോയി, അൽഫലയിൽ. എന്നിട്ട് ഞാൻ ചോദിച്ചു, ശ്രീലങ്കയ്ക്ക് 25,000 റുപ്യക്ക് എത്രയാന്ന് ചോദിച്ചു. പിന്നെ ഒരാൾ 500 ദിർഹമെന്ന് പറഞ്ഞു. 400 ജില്ല 500 ദിർഹമെന്ന്. ഞാൻ പറഞ്ഞു, ആ ക്യാഷ് ഞാൻ തരാം, പക്ഷെ ഓനക്ക് ഇവിടെ കൊടുക്കരുത്, നേരിട്ട് അയക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ റിക്കാർഡൊക്കെ എപ്പോഴും ഉണ്ടാവും അവിടെ, ഞാൻ തരാമാണെങ്കിൽ. കാരണം ഇത് സത്യം എന്നറിയാൻ. അങ്ങനെ ഞാൻ ആ ക്യാഷ് നേരിട്ടിട്ട് അവന്റെ അവിടേക്ക് അയച്ചു കൊടുത്തു, നാട്ടിലെ അമ്മന്റെ അക്കൗണ്ടിലേക്ക്. ഞാൻ ആ ആത്മഹത്യയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി. പിന്നെ അവനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ജോലിയൊക്കെ ആയി. ഒരു ദിവസം എൻ്റെ എമിറേറ്റ് സൈഡിന്റെ ഇതില് നമ്മളെ ഈ ഫേസ്ബുക്കിൽ അറിയാൻ എൻ്റെ ബർത്ത്ഡേ എന്നാണ്. ഇവണ്ട് ഒരു കേക്ക് ഏറ്റുമായിരുന്നു. അപ്പോഴാണ് ഈ ആള് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ പിന്നെ അറിയുന്നത്. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതം നിങ്ങളാണ് എന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്,
നിങ്ങളെ മറക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ നാട്ടിൽ പോയപ്പോ ശ്രീലങ്കയിൽ നിന്ന് വിളിച്ചിന്ന് ഞാനും കുടുംബക്കാണ്ട് വരികയാണ് നിങ്ങളെ കാണാൻ. ഞാൻ പറഞ്ഞു വരണ്ട, കാരണം നമുക്ക് സാഹചര്യങ്ങൾ അവിടെ പഴയ മാതിരി അല്ലല്ലോ ഇപ്പൊ. ഒരു കുടുംബം ഒന്നിച്ച് ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്തിനാണ് അത്, നമ്മളിപ്പോ അതിനെ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ വരണ്ടെന്നാണ്. നഷ്ടം എന്ന് പറഞ്ഞാല് നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ചില നമ്മളെ, അതായത് ഇപ്പോ ഒരു മീറ്റിങ്ങും അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില സ്ഥലത്തുനിന്ന് നമ്മളെ മാറ്റി നിർത്തും. ആ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിന് പ്രസന്റ് ചെയ്യാനുള്ള വിദ്യാഭ്യാസം ഇല്ല, അല്ലെങ്കിൽ മറ്റുള്ള യോഗ്യത ഇല്ല എന്നുള്ള നിലക്കാണ്. നമ്മൾ ഈ നാടൻ ശൈലിയല്ല, നാടൻ ഭാഷയിലല്ല ഈ പറഞ്ഞതും, കൂടുതൽ സംസാരിക്കാനും മറ്റുള്ളവരെ കയ്യിലെടുക്കാനൊന്നും പറ്റൂല. അപ്പോ അങ്ങനെ ഒരു, അതായത് കഴിവുകേട് പറഞ്ഞിങ്ങാണ്ട് മാറ്റി നിർത്തുമ്പോൾ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ കരുതും, ദൈവമേ എനിക്കന്ന് എൻ്റെ ഫാദറിനും ഇവർക്കൊന്നും എനിക്ക് കൂടുതൽ വിദ്യാഭ്യാസം തരായിട്ടല്ലേ ഞാനിങ്ങനെ ആയത്. ഇപ്പം ഇവരെ അടിയിൽ മനസ്സുകൊണ്ട് തോന്നും, ഒന്നും ഉണ്ടായിട്ടല്ല. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു പുരുഷല് വരാൻ നേരത്ത് പറയും അതിനുള്ള യോഗ്യത എനിക്കില്ല, അല്ലെങ്കിൽ അത് പോരാ, അങ്ങണ്ടാണ് ഇങ്ങണ്ടാന്നൊക്കെ പറയും. അപ്പൊ ഇത് ഞാൻ കേൾക്കും മറ്റുള്ളവരെ അടിയിൽ നിന്ന്, നിങ്ങളതിന് പറ്റൂല എന്നാ പറഞ്ഞത് അസീസ്ക, അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല, ഒന്നാമത്തെ വിദ്യാഭ്യാസം ഇല്ല നിങ്ങൾക്ക് എന്നാ പറഞ്ഞത്. ഞാൻ സത്യത്തിൽ എനിക്ക് വളരെ പ്രയാസം, കാരണം അന്ന് എനിക്ക് ഞാനൊരു നല്ലൊരു വിദ്യാഭ്യാസം നേടി വന്നിട്ടുണ്ടെങ്കിൽ, പക്ഷെ എൻ്റെ ഈ ശൈലി ഇങ്ങനെ ആവൂലായിരുന്നിട്ടാ, വേറെ ഏതെങ്കിലും ലെവലിൽ എത്തുമായിരുന്നു. ഞാൻ ആ കുറവുകളാണ് ഇന്നിപ്പോൾ നികത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കളെ, ഒരു മോൾ അഡ്വക്കേറ്റാണ്, ഒരു മോന് എഞ്ചിനീയറാണ്, ഫുഡ് ഇൻസ്പെക്ടറാണ്, ഫുഡ് ആൻഡ് ടെക്നോളജിയാണ്, ഒരു മോനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മക്കളൊക്കെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ ആ കുറവുകളാണ് എൻ്റെ മക്കളിൽ ഇപ്പം ഞാൻ നികത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ മക്കള് വിദ്യാഭ്യാസം നേടണം, അതോടൊപ്പം തന്നെ ആ മക്കള് നല്ല കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല മുതൽ കൊടുക്കണം. എങ്ങനെ അധ്വാനിച്ച ഒരാളെ പറ്റിച്ച മുതലേ നമ്മളെ കുട്ടിയെ കൊടുത്താൽ കുട്ടികൾ നന്നാവൂല, ആ കുട്ടികൾ നമുക്ക് എതിരാവും. ആരിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ശരി, നമ്മൾ അധ്വാനിക്കുന്ന സമ്പത്തെ നമ്മളെ കുട്ടിയൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. അവിടുന്നും ഇവിടുന്നൊക്കെ കൈക്കൂലിയും മറ്റുള്ളതും കമ്മീഷനും ഒന്നും മേടിച്ചിട്ട് നമ്മളെ കുട്ടിയൊക്കെ തിന്നാൻ കൊടുത്താൽ ആ മക്കളും എവിടെ എത്തൂല, ആ കുടുംബം എവിടെ എത്തൂല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ കുഴപ്പമില്ലാത്ത ലെവലിൽ ഇപ്പൊ മോമ്മടെ ജോലി ചെയ്യുന്നുണ്ട്, മോളവിടെ തിരൂര് കോടതിയിലുണ്ട്, സന്തോഷമാണ് ആ കാര്യത്തിൽ. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാല്, ഞാനിവിടെ ഈ ഇതൊക്കെ ചാരിറ്റും മറ്റുള്ളതൊക്കെ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ നാട്ടിൽ എന്തെങ്കിലും ചെയ്യണം എന്ന ഒരു വ്യക്തിയുടെ ആഗ്രഹമുള്ളത്. അപ്പൊ ഇവിടെ ഉള്ള എൻ്റെ മഹല് എടക്കുളം മഹല്ല, ആ മഹലിലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി ഇവിടെ ഒരു സംഗമം നടത്തി. ആ സംഗമം ഏകദേശം 500 ആളോളം പങ്കെടുത്ത്, UAE മൊത്തമുള്ള അത്രയും ആളുകളുണ്ട് ഇവിടെ. 1300 ചില്ലാം വീടുകൾ തന്നെ ഉണ്ട്, 2000ഓളം വീടുകളുണ്ട് ഞങ്ങളെ മഹല്ലിൽ. അപ്പൊ അവരൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് സംഗമം നടത്തി, ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി. 2 വർഷമൊക്കെ ആ കമ്മിറ്റി പോയി. അതിന്റെ മുഖ്യധാരയില് ലീഡർഷിപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ ജനറൽ ബോഡി വന്നപ്പോഴേ, ഇതിപ്പോ ഒരു അനുഭവം പറയട്ടാ, ഒരു വ്യക്തികളെ ഞാൻ കുറ്റപ്പെടുത്തിയല്ല, അതിന്റെ ജനറൽ ബോഡി വന്നപ്പോൾ അവിടെ ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടില്. ആ പ്രോജക്റ്റിന് പിന്നെ പിരിവുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതിന്റെ ചെയർമാനാണെന്ന്. ഇതിന്റെ 3ാം വാർഷികമാണ്, 2ാം വാർഷികം 3ാം വാർഷികറ്റാണ് അന്ന് ആഘോഷിക്കണത് ഇവിടെ വെച്ചിട്ട്. അന്ന് നാട്ടിൽ നിന്ന് ഈ അവിടുത്തെ മഹലിന്റെ പിന്നെ കാര്യദർശികളൊക്കെ വന്നിരുന്നു. അവര് ചിലവരിപ്പോ ജീവിച്ചിരിപ്പുണ്ട്, ചിലവർ മരിച്ചിരിക്കുന്നു. ആ യോഗത്തില് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുകയാണ്. പുനഃസംഘടിപ്പിക്കുന്ന സമയത്ത് എന്നോട് പിന്നെ ഈ മഹലിൽ നിന്ന് വന്ന ഒരാൾ പറഞ്ഞ്, അവിടെ നാട്ടിൽ നടക്കുന്ന ആ സംരംഭത്തേക്ക് ഒരു വ്യക്തി 50 ലക്ഷം തരാന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ ആയിക്കോട്ടെ ഇതിനെന്താ അൽഹംദുലില്ലാ സന്തോഷമായി ഒക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു അതിൽ നിങ്ങൾ ഈ ചെയർമാൻ സ്ഥാനം ഒഴിവാണെന്ന് പറഞ്ഞു. മനസ്സിലാ, ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അറിഞ്ഞു. എന്റെ തലക്ക് അത്രയും വില ആള് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു വിലയുള്ളത്. അതുകൊണ്ട് ഞാനത് ഒഴിവായിട്ട് നിങ്ങൾ തൽക്കാലം ആ ക്യാഷ് മേടിക്കും, നമ്മളെ സഹായം ഇന്റെ പേരിലുള്ളപ്പോ ആ സഹായം വരണത്. അതുകൊണ്ട് ഇതിനെക്കാട്ടി വലുത് നമ്മളാ സംരംഭം അവിടെ വിജയിപ്പിക്കലാണ്. അത് എൻ്റെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കണത് ആ ഒരു വാക്കും. ആ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും ഉണ്ടായിട്ടല്ല. ഇന്നത്തെ ഈ പണത്തിന്റെ, അതായത് എവിടേക്കാണ് അതിന്റെ റൂട്ട് പോണതെന്ന് നോക്കണം നിങ്ങള്. അതായത് പണ്ടൊക്കെ നമ്മളെ ആളുകള് ഒരു ഓടിയും അറിയിക്കാതെ ഇരുന്ന് ഒരു സംഭാവനയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്, കുടുംബത്തിനായാലും നാട്ടിനായാലും ഒക്കെ. ഇന്നിപ്പോ അങ്ങനെയല്ല, ഇന്ന് വ്യത്യസ്തമാണ്. പണത്തിന് വേണ്ടിയിട്ട് എന്തും സംഭവിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ പണം അങ്ങനെയാണ്. ഒരാളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ പൈസ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരാളെ ഒന്നും അല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുത്താൽ മതി. അങ്ങനത്തെ ഒരു സംവിധാനത്തിലേക്ക് ഇന്നത്തെ പണം മാറിയിട്ടുണ്ട്. എല്ലാവരും അല്ലട്ടാ, ചില വ്യക്തികൾ. അത് നല്ല പ്രവണത അല്ല. പണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ പണയിട്ട് പോവുക, ഇവിടുന്ന് എത്ര കാലം അവിടെ ജീവിക്കുക, ഒരാളെ സമാധാനം കെടുത്തുക, അല്ലെങ്കിൽ ഒരാളെ വിഷമിപ്പിക്കുക, ഒരാളെ ദ്രോഹിക്കുക, അതിനൊന്നും നമ്മള് അതായത് നമുക്ക് നല്ല നിലക്ക് കിട്ടുന്ന പണം ഉപയോഗിക്കരുത്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണ് നമ്മൾ ഇനി എത്ര കിട്ടിയാലും നമ്മളത് ഉപയോഗപ്പെടുത്തേണ്ടത്. അതാണ് എൻ്റെ ശൈലിട്ടാ. അതന്നെയാണ് ഞങ്ങളെ ഇസ്ലാം ഇതൊക്കെ പഠിപ്പിച്ചിരിക്കണോ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാളെ ദ്രോഹിക്കാനോ, എന്തിനേറെ പറഞ്ഞ് നിങ്ങളെ അയൽവാസികള് 40 കുടുംബം പട്ടിണി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്നിൽ പെട്ടവനല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അതിന്റെ അപ്പുറം എന്താണ് ഇനി? അത് ആരാന്ന് പറഞ്ഞിട്ടില്ല. നിന്റെ പിന്നെ വിഭാഗമാണോ മറ്റേ വിഭാഗം, അയൽവാസികൾ എന്നാണ് റസൂല് പറഞ്ഞിരിക്കണത്. അങ്ങനത്തെ ഒരു മതത്തിൽ നിന്നാണ് ഞാൻ ഇത് പഠിച്ചിരിക്കണത്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ഇത് വരുമ്പോൾ നമുക്കൊക്കെ ഒരു വലിയ പ്രയാസം വരികയാണ്. ഇവിടുന്ന് പോകുമ്പോഴേ സത്യം പറഞ്ഞാൽ ഒരിക്കലും ഞാൻ അറിയിക്കാത്ത ഒരു അംഗീകാരം ഇവിടുന്ന് കിട്ടി, അബുദാബി പോലീസിന്റെ. അത് വലിയൊരു ചടങ്ങൊക്കെ വെച്ചിട്ട് സോസിൽ വർക്ക് ചെയ്തതിനുള്ള ഒരു സർട്ടിഫിക്കറ്റും ഒരു മൂവ്മെൻ്റൊക്കെ എനിക്ക് ഇവിടുത്തെ അബുദാബി പോലീസ് തന്നു. അത് എനിക്ക് വളരെ അധികം എൻ്റെ ജീവിതത്തിലെ നായികക്കല്ലേ. കാരണം മറ്റുള്ളവർ അംഗീകരിക്കാനുള്ള മനസ്കത കാണിക്കാത്ത സമയത്താണ് ഇവിടുത്തെ ഭരണാധികാരികൾ എനിക്ക് തന്ന അംഗീകാരം. അത് എന്നും എൻ്റെ മനസ്സിൽ, ഹൃദയത്തിൽ എന്നും ഉണ്ടാവും. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. എൻ്റെ അമ്മ ഒരു ദിവസം ഞാൻ കാലത്ത് കോൾ ചെയ്തപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു, എടാ മോനെ, എനിക്ക് നിങ്ങളെ കൂടെ കുറച്ച് കാലം ജീവിക്കണം, വരാൻ വയ്യ. അതുകൊണ്ട് എൻ്റെ കുട്ടികൾ എങ്ങനെയെങ്കിലും കുട്ടികളെ കണ്ട് പറഞ്ഞയച്ചിട്ട് ഇവിടെ കുറച്ച് കാലം ഇനി മതിയാടാ. ഇങ്ങനെ ഉണ്ടല്ലോ ഒരു സംസാരം, ഇനി മതിയാടാ, പേരായി ഒക്കെ അയ്യ പൂട്ടിയിട്ടൊക്കെ അല്ല എൻ്റെ കുട്ടി, അവിടെ എനിക്ക് കുറച്ച് കാലം താമസിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് വേണം എനിക്ക് മരിക്കാനെന്നും പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് പതറി. പെട്ടെന്ന് ഉമ്മാൻ്റെ ഈ വർത്താൻ എനിക്കാന്നുണ്ടെങ്കിൽ ഉമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവന. കാരണം എൻ്റെ അമ്മ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളൊക്കെ കാരണം 10 മക്കളല്ലേ. ഈ 10 മക്കളെ വളർത്താൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അന്നത്തെ സാഹചര്യത്തിൽ. അതും വളരെ വൃത്തിയിലും വളരെ ചിട്ടയോടും കൂടിയിട്ടൊക്കെയാണ് കൊണ്ടടക്കല്. കാരണം എൻ്റെ ഫാദർ വളരെ കർക്കസക്കാരനായിരുന്നു. അപ്പൊ ചടിയോ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊന്നും പാടില്ലായിരുന്നു. മക്കളെ ശരീരത്തിലോ മറ്റുള്ള നല്ല വൃത്തിയാക്കി കൊണ്ടടക്കണം, പിന്നെ കാര്യങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ജീവിച്ച, വളരെ കർക്കശമായിട്ട് ജീവിച്ച ഒരു കുടുംബം. അങ്ങനത്തെ പശ്ചാത്തലത്തില് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അമ്മ. അപ്പൊ ആ കഷ്ടപ്പാട് ലൈവായിട്ട് കണ്ടു വളർന്ന, അതായത് എനിക്ക് കിട്ടേണ്ട അടിയൊക്കെ ഉമ്മ ഏറ്റെടുക്കും. അത് ഞങ്ങളെ മക്കളൊക്കെ അങ്ങനെ തന്നെ. കാരണം മക്കളടിക്കുന്നത് കാണാൻ ഉമ്മക്ക് പറ്റൂല. അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യം നേരിട്ടൊരു ഉമ്മയാണ്. അങ്ങനെ ഇത് ഉമ്മ പറഞ്ഞപ്പോഴേ ഞാൻ സത്യത്തില് എൻ്റെ ഭാര്യയോട് പറഞ്ഞു,
ഇനി ഉമ്മാന്റെ വാക്കിത് എനിക്ക് അത്രത് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യാം, ഇനി മതി, നമ്മൾ കുറച്ചു കാലം ഉമ്മാന്റെ ഒപ്പം നിൽക്കാൻ പോവുക. ഇവിടെ തൽക്കാലം ആരെങ്കിലും ഒക്കെ ഏൽപ്പിക്കാം, ജോലി ഉണ്ട് കേട്ടാ. ഒരു ആ ബിൽഡിങ് തന്നെ, ഒരു ബിൽഡിങ്ങിനെ ഏൽപ്പിച്ചതൊക്കെ നടത്തുകയാണ്. ഞാനത് വേറെ ആളെ ഏൽപ്പിച്ചിട്ട് കുട്ടികളൊക്കെ TC മേടിച്ച് ഞാനവിടെ പോയിട്ട് ഉമ്മ ഒരു 5-6 മാസം അവിടെ എൻ്റെ അടുത്ത് നിന്ന്. അപ്പോത്തിന് പിന്നെ നാട്ടുകാർക്കൊക്കെ തോന്നിക്കുന്നു ഞാൻ അവിടെ നിൽക്കുന്നുള്ളത്. സത്യം പറഞ്ഞാൽ അന്ന് നാട്ടിൽ 3 ഗ്രൂപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന്റെ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഈ ഗ്രൂപ്പൊക്കെ കൂടി എനിക്കെതിരായിട്ട് ഒന്നായി, ഇന്നൊന്നും അല്ലാതാക്കാൻ. അതുവരെ തമ്മിൽ ഇതായിരുന്ന ഗ്രൂപ്പൊക്കെ ഇന്നൊന്നും അല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒന്നായി. എനിക്ക് പ്രയാസമില്ല, കാരണം ഞാൻ അവിടെ നിൽക്കാൻ ആഗ്രഹമില്ല. ഞാൻ എൻ്റെ ഉമ്മാന്റെ ലക്ഷ്യത്തിന് പോയതല്ലേ. അങ്ങനെ ഞാനവിടെ നിന്ന് ഉമ്മാനൊക്കെ നോക്കി. ഉമ്മാനെ ഒരു 6 മാസം കഴിഞ്ഞ് ഉമ്മ അനിയന്റെ തറവാട്ടിൽ പോയി കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങനെ ലാസ്റ്റ് ഉമ്മ എൻ്റെ വീട്ടിലാണ് മരിക്കണത്. ഞാൻ ഒരാഗ്രഹം എന്നോട് പറഞ്ഞു, എൻ്റെ കുട്ടി എന്നെ ICU ഇട്ട് കൊല്ലരുത്, മരിക്കാനുള്ള അവസരം തരരുത്, ഈ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എന്നെ മരിപ്പിക്കണം എന്നൊരു എന്നോടാണ് ആഗ്രഹം പറഞ്ഞിരുന്നത്. എല്ലാതും എന്നോടാ പറച്ചില്. ഞാൻ ആ സമയമായപ്പോ എൻ്റെ വീട്ടിലേക്ക് കൊടുത്ത് ഉമ്മാനെ അവിടുന്നാണ് മരിപ്പിച്ചത്. ഉമ്മ മരിച്ചതിന് ശേഷം പല വിവാദങ്ങളും നാട്ടില് പൊട്ടിപ്പുറപ്പെട്ട്. കാരണം നമ്മളവിടെ നിൽക്കുമ്പോ നമുക്ക് വേറെ തരികടി ഇതൊന്നുമില്ലല്ല, നമുക്ക് സ്ട്രെയിറ്റ് അല്ലേ. അവിടെ നാട്ടില് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയുള്ള നാട്ടിലുള്ള പൊളിറ്റിക്കല് വേറെ ലെവലാണ്. നമുക്കത് ദഹിക്കൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഉപകാരം മറ്റുള്ളവർക്ക് കിട്ടുക എന്നുള്ളതാണ് സത്യമാണ്. വേറെ ഒരു ലക്ഷ്യവും ചേട്ടാ, എവിടെയെങ്കിലും ആവാനും ഇല്ല മനസ്സിൽ. അങ്ങനെ ഞാൻ ഒരു ദിവസം ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ കുറെയൊക്കെ പ്രശ്നങ്ങൾ എൻ്റെ ഒപ്പമുള്ള ആളുകൾ എന്നെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കണ്. എൻ്റെ ഒപ്പം നിന്ന് കണ്ടിട്ടല്ല, അവിടെ 2 ഗ്രൂപ്പായിട്ട് നിൽക്കലും ഈ ഇന്നൊരു ഭാഗത്ത് നിർത്തലും മറ്റൊരു ഭാഗത്ത് അങ്ങനെ എന്നെ കൊണ്ടും കുറെ പ്രശ്നങ്ങൾ ഈ ഒപ്പമുള്ള ആളുകളൊക്കെ കൂടി ഉണ്ടാക്കിച്ചിരിക്കണ്. ഞാൻ സത്യത്തിൽ ഇവിടുത്തെ പൊളിറ്റിക്കലല്ല എനിക്കറിയുള്ളൂ, നാട്ടിലത്തെ എനിക്കറിയില്ല വല്ലാതെ. ഞാൻ 19 വയസ്സിൽ കയറിയതല്ലേ. പാണക്കാട് ഞാൻ പോയതാണ്, വേറെ എന്തോ ആവശ്യത്തിന് പോയതാണ്. അന്ന് ഹൈദരലി തങ്ങളാണ് ലീഡർ. വളരെ മഹാനാണ്, നീതിമാനായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അസീസജ്ജ് പോണില്ല എന്ന് വെച്ചു. ഉമ്മ മരിച്ചില്ല, നീ ജാണ്ട് പോയിക്കോ. എന്നോട് പറയാണ്, അനക്ക് ഇവിടെ ശരിയാവൂല മോനെ, ടിക്കറ്റിന് പൈസ ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചേ എന്താ അങ്ങനെ പറഞ്ഞാവോ. അപ്പൊ ഞാൻ ഒന്നും കൂടി ആലോചിച്ച്. അപ്പൊ ഞാൻ ചോദിച്ചേ നീ പോയിക്കോ, ഇവിടെ നിൽക്കണ്ട. ഞാൻ സത്യത്തില് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ആ വാക്ക് ഭയങ്കര ഒരു വലിയൊരു സന്ദേശമാണ് എനിക്ക് തന്നത്. ഞാൻ തിരിച്ചും കണ്ടു പോകുന്നത് 2 കൊല്ലം അവിടെ നിന്നിട്ടാണ് ഈ പോരുന്നേട്ടാ. തിരിച്ചും കണ്ട് പോന്ന് എനിക്കത് പഴയതിനെക്കാട്ടിയും അതിൻ്റെ 10 മടങ്ങ് അപ്പുറത്തേക്ക് ഇവിടെ വർക്ക് ചെയ്യാനും ഇവിടെ അംഗീകാരങ്ങളും മറ്റുള്ളതൊക്കെ എനിക്ക് തിരിച്ചു വന്ന്. ഞാൻ ബിഗ് സീറോയിലായിരുന്നു പോയിന്ന് അന്ന്. കാരണം ഇങ്ങനെ ഈ അപവാദങ്ങളും മറ്റുള്ളതൊക്കെ പറഞ്ഞിട്ട് ഇന്നെ രക്ഷപ്പെടുത്തിയത് സത്യത്തിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ എന്ന് പറയുന്നു. പാണക്കാട് തല മുതിർന്ന നേതാവ് ഹൈദരലി തങ്ങളാണ്. തങ്ങൾ എന്നോട് എന്തോ അദ്ദേഹത്തിന് ഒരു ദീർഘവീക്ഷണം ഉണ്ടാവാം, ഇനി ഇവിടെ നിൽക്കണ്ട, ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്, ടിക്കറ്റിന് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ടിക്കറ്റിന് പൈസ ഇല്ലാന്ന് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അതിൻ്റെ ഒക്കെ ഉണ്ട് തങ്ങളെ, ഞാൻ പോയിക്കോളാം, എന്നാ പോയിക്കോ വേഗം. ആ ടിക്കറ്റ് എടുത്ത് ഞാൻ കൊണ്ടുപോയിട്ട് അവിടുന്ന് സമ്മതം മേടിച്ചിട്ടാണ് 2ാമത്തെ വരവ്. ഞാൻ 2 കൊല്ലം അന്നാണ് എനിക്ക് ആ പോലീസിൽ നിന്ന് ഇത് കിട്ടണത്, അംഗീകാരം. ഇവിടെ വന്ന് ഇറങ്ങിയ പടി 20 കൊല്ലം ഇവിടെ സോഷ്യൽ വർക്ക് നടത്തിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാല് അത് വലിയൊരു വാക്കായിരുന്നു ആ മഹാനായ തങ്ങളെ. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. പ്രവാസം നൽകിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമല്ല, സാമ്പത്തികം ഇന്ന് വരും നാളെ പോവും.
ഞാൻ നിങ്ങളോട് ഫസ്റ്റിൽ പറഞ്ഞില്ല, ഒരുപാട് നല്ല ബന്ധങ്ങൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ, അതുപോലെ തന്നെ കേരളത്തിന്റെ പുറത്ത്, ഇന്ത്യയുടെ പുറത്ത് ഒരുപാട് നല്ല നല്ല ബന്ധങ്ങൾ എനിക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അതിൽ പണക്കാരുണ്ടാവും, പാവപ്പെട്ടവരുണ്ടാവും, സാധാരണക്കാരുണ്ടാവും, എല്ലാവരും തുല്യരാണ്. ഞാൻ അങ്ങനെ വലിയ വലിയ യൂസ് വലിക്ക വരെ എന്നെ തിരിച്ചറിയും. അദ്ദേഹത്തിന് വരെ ഞാൻ ആരാന്നറിയാം, അദ്ദേഹത്തിന് എനിക്കും അറിയാം. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു അഹങ്കാരം അദ്ദേഹത്തിന് ഇല്ല. അത് ഞാൻ തുറന്ന് പറയാം. കാരണം ഞാനൊക്കെ എവിടെയെങ്കിലും ഇനിയിപ്പോ എവിടെയെങ്കിലും ഒക്കെ ഒതുങ്ങി നിൽക്കുക എന്നുണ്ടെങ്കിലും നമ്മളൊക്കെ അതിന്റെ അടിയിൽ നിന്ന് വിളിക്കാനും സംസാരിക്കാനൊക്കെ ഉള്ള ഒരു ആ മനസ്സുണ്ടല്ല, അത് വലിയൊരു മനസ്സാണ്. അല്ലാണ്ട് വലിയ ഇതില് ജീവിക്കുന്ന ഒരു വ്യക്തിയാന്ന് ഇതുവരെ തോന്നിയിട്ടില്ല അദ്ദേഹത്തിന്. അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല മനുഷ്യന്മാരൊക്കെ ആയിട്ടുള്ള ബന്ധം, അതേപോലെ ഇവിടെ താഴെ തട്ടിലുള്ള പാവപ്പെട്ടവരായിട്ട് അവരാ വിഷമങ്ങൾ പങ്കുവെക്കുമ്പോൾ അവർക്ക് വേണ്ട എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ, ആ ചെയ്തു കൊടുക്കുമ്പോഴുള്ള ഇതുണ്ടല്ല പ്രതികരണം, ആ പ്രതികരണം വലിയ, അത് മതി നമുക്ക്, വേറെ ഒന്നും വേണ്ട. അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. എനിക്ക് ഇനി തീരാത്ത ആഗ്രഹങ്ങളില്ല. എൻ്റെ ഈ പൊസിഷൻ വെച്ചിട്ട് ഈ ലെവലിലൊക്കെ ഞാൻ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ പ്രവാസി ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഞാൻ ആഗ്രഹിക്കാത്ത ഉയർച്ചയും വളർച്ചയാണ് ദൈവം എനിക്ക് തന്നത്. അത് എന്തുകൊണ്ടാണെന്നറിയാം, എനിക്ക് എൻ്റെ ഇതല്ല നോക്കുന്നത്. ഞാനും മരിക്കണയിലടക്ക് എൻ്റെ ജീവൻ നിലനിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കും. മറിച്ച് എൻ്റെ ജീവിതത്തിലടക്ക് മറ്റുള്ളവർക്ക് വല്ല ഉപദ്രവമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ നോക്കിയ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി മോശം പറയുക, തെറ്റുകൾ പറയുക, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവം തന്നെ നമ്മളെ പരാജയപ്പെടുത്തും. ഇതിലും അപ്പുറമുള്ള എനിക്ക് ഇനി വലിയൊരു അംഗീകാരം ഇവിടുന്ന് കിട്ടേണ്ടതില്ല. അത് ഒരു പക്ഷേ ഈ മണ്ണിൽ നിന്നായിരിക്കും എനിക്കത് ഏകിയിട്ടുണ്ടാകുക. ഞാൻ ദൈവത്തിനെ സ്തുതിക്കുകയാണ്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. എൻ്റെ കൂടെ ഇതുവരെ എൻ്റെ ഈ പ്രവർത്തനത്തിലും മറ്റുള്ളതിലൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ളത് KMCC ആണ്. അബുദാബി KMCC, അതുപോലെ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ, ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. അതേപോലെ സുന്നി സെൻറ്റർ, ഇങ്ങനെയൊക്കെ ഒരു കൂട്ടായ്മയാണ്. ഞാൻ എന്തൊരു കാര്യം ചെയ്യാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വല്ല സാമ്പത്തികമായിട്ട് പ്രയാസം വരികയെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞാൽ സഹായിക്കാനും കുടിക്കാനൊക്കെ അവരെന്നെ ഹെൽപ്പ് ചെയ്യും. മറിച്ച് എനിക്ക് ഈ കൂട്ടായ്മ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കാണ്, ആരെന്നെ സഹായിക്കാണ്ട് പിറകില്. അപ്പൊ എൻ്റെ ബലം എന്ന് പറഞ്ഞത് ഈ KMCCയും ഇസ്ലാം സെൻറ്ററൊക്കെയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ വില. എൻ്റെ ജീവിതത്തിൽ കൂടുതൽ പ്രവാസ ലോകത്താണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. കൂടുതൽ കാലം എൻ്റെ ഭാര്യനെ നമ്മുടെ കൂടെ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പരിപൂർണമായിട്ട് എനിക്ക് അത്ര തന്നെ മറ്റുള്ള ഈ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ അവരെ എത്രത്തോളം അവരെ ആഗ്രഹങ്ങളും മറ്റുള്ളതൊക്കെ നിറവേറ്റാൻ സാധിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റൂല. എങ്കിലും എൻ്റെ മനസ്സാ വാച ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങല്. ഇപ്പം ഞങ്ങളെ ഇസ്ലാമിക നിയമപ്രകാരം ആദ്യം വീട്ട് കാര്യങ്ങൾ, പിന്നെ കുടുംബം, പിന്നെ അയൽവാസികൾ, പിന്നെ മറ്റുള്ളവരെ സഹായിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അത് മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്ത് അവരൊക്കെ സപ്പോർട്ട് വാങ്ങിച്ച് അവർക്കൊന്നും ഒരു പ്രയാസമില്ലാത്ത രൂപത്തിലാണ് ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, ഈ പ്രവാസ ഭൂമി കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒക്കെ ഗതി എന്താവും എന്നുള്ളത്. നിങ്ങൾ നാട്ടിലത്തൊക്കെ ഒരു ചുറ്റുപാട് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നാട്ടിൽ നിന്നാൽ ഒരു പക്ഷെ ഞാനൊന്നും എവിടെ എത്തൂല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നാട്ടിലുണ്ടായിരുന്നത്. കാരണം നമ്മളൊക്കെ ഒരു നമ്പർ ഇട്ടൊക്കെയായിരുന്നു, ഒന്നിനും പോരാത്തവന് അല്ലെങ്കിൽ അവനൊന്നും എവിടെ എത്തൂല എന്നൊക്കെയുള്ള ഒരു ധ്വനിയായിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ നാട്ടിൽ ഉണ്ടായിരുന്നത്. ആ വെല്ലുവിളി ഏറ്റെടുത്തും കണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും ആയിട്ടേ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും
ചെയ്തിട്ടേ ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റുള്ളൂ എന്നുള്ള അത് വിജയിച്ചിട്ടുണ്ട് ഇന്നത്തെ വരെ കേട്ടാ. അത് വെല്ലുവിളിയെന്ന് പറഞ്ഞാൽ അങ്ങനെ വെല്ലുവിളിയല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളി ഉണ്ടാവില്ല. നമ്മളെവിടെ എത്തണം, വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എവിടെ എത്തിയില്ല, ഇനി ജീവിതം കൊണ്ടെങ്കിലും എവിടെ എത്തണം എന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവില്ല. അത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ 99% എത്തിച്ചിക്കണ്. ഇനി ദൈവം ഒന്നും നമുക്കിത് വരെ ഒരു പ്രയാസം വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. ഇവിടെ വന്നിട്ട് സക്സസ് ആകുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതെല്ലാം ഉയർച്ചയല്ല നോക്കണ്ടേ, അല്ലെങ്കിൽ നമ്മളെ ഉയരങ്ങളല്ല നോക്കണ്ടേ. നമ്മൾ ഉയരങ്ങളിൽ എത്തുന്നതിനനുസരിച്ചിട്ട് മറ്റുള്ളവർ നമ്മളെ താഴെ തട്ടില് എങ്ങനെയാണോ നമ്മൾ ജീവിച്ച് വളർന്നത് അത് നമ്മൾ ചിന്തിച്ചിട്ട് വളരുക. അതായത് നമ്മളെ ഇപ്പം എന്താ സംഭവം എന്നറിയോ, ഇപ്പം നമ്മളെടുത്ത് കുറച്ച് ക്യാഷും പവറും ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വളർന്ന് മറക്കാണ് ഇപ്പത്തെ തലമുറ. അങ്ങനെ വലുതായാൽ നമ്മളെവിടെ എത്തൂല. നമ്മൾ ലൈവായിട്ട് കാണേണ്ട എന്താ, നമ്മളെ താഴെ തട്ടില് പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, കഷ്ടപ്പെടുന്ന അവരെ നമ്മളെങ്ങനെയാണ് ഉയർത്താൻ പറ്റിയ നമ്മളെ മാതിരി നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് ഞാൻ എവിടെയെങ്കിലും എത്തല്, അല്ലെങ്കിൽ നിങ്ങളെവിടെയെങ്കിലും എത്തല്. അതാണ് എൻ്റെ ശൈലി ഇട്ടാ. എനിക്കതേ അറിയുള്ളൂ. ഞാൻ വലിയൊരു സമ്പാദ്യം ഞാൻ അങ്ങനെ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുമല്ല. ഇങ്ങനെ പോയാൽ മതി, അങ്ങനെ വളർന്നാൽ മതി. കൂടുതൽ സമ്പാദ്യം ഉണ്ടായാലും നമുക്ക് ഒരു സമാധാനവും സ്വസ്ഥത ഒന്നും ഉണ്ടാവില്ല. ഉള്ളതായിട്ട് ഒരു അടച്ചുറപ്പിൽ കഴിയാന്നുണ്ടെങ്കിൽ അതിനൊരു സമാധാനം ഉണ്ടാവും. പ്രവാസം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ലക്ഷ്യം വ്യത്യസ്ത ലക്ഷ്യങ്ങളാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഒരേ ഒരു ലക്ഷ്യം, അത് നമ്മുടെ കുടുംബം ജീവിതമൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യം 100% ഇവിടുന്ന് പൂർത്തീകരിച്ച് സന്തോഷകരമായിട്ട് നല്ല മനുഷ്യന്മാരുടെ അടിയിൽ, നല്ല കരുണയുള്ള ഇവിടുത്തെ നാട്ടുകാരെ അടിയിൽ, അതായത് UAE പൗരന്മാരുടെ അടിയിൽ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന ആളുകൾ എങ്ങനെ മറക്കും ഈ പ്രവാസം? ഇതിൻ്റെ അപ്പുറം എന്താ നിങ്ങളോട് പറയാനുള്ളത്? അങ്ങനെ ജീവിച്ച് വളർന്ന് 35 വർഷമായി ഇപ്പം ഇവിടെ. ഒരിക്കലും മറക്കില്ല ഈ പ്രവാസം.